അമ്മു, അമ്മു. അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് അവൻ വിളിച്ചു. അപ്പോഴേക്കും അമ്മയും ഓടി വന്നു. അമ്മു, പേടിക്കരുത്. പേടിച്ചാൽ രക്തയോട്ടം കൂടും. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നിനക്കൊന്നും സംഭവിക്കില്ല. കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ കാലുകൾ സോപ്പിട്ട് കഴുകി. സങ്കടങ്ങൾ അടക്കി വെച്ച് ധൈര്യത്തോടെ അവൾക്ക് ധൈര്യം കൊടുക്കുവാൻ ശ്രമിച്ചു. അവളുടെ അവസ്ഥ കണ്ട് ശാരദ കരയാൻ തുടങ്ങിയിരുന്നു. ധൈര്യമായിട്ടിരിക്കണം. നമുക്ക് ഒരുപാട് കാലം സന്തോഷമായി ജീവിക്കാനുള്ളതാണ്, അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. മുറ്റത്ത് കിടന്നിരുന്ന ഒരു ഷർട്ട് എടുത്തിടാൻ നേരം അമ്മയോട് പറഞ്ഞു. അമ്മ, പേഴ്സും ഫോണും എല്ലാം എടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. അവളെ കോരിയെടുത്ത് ജീപ്പിൽ ഇരുത്തിയിട്ട് പറഞ്ഞു. കാലനക്കാതെ നീട്ടി വെച്ചേക്ക്. അവൻ വണ്ടിയിൽ കയറി ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും പേഴ്സും എടുത്ത് അമ്മയും വന്നു. നിന്ന കോലത്തിൽ ജീപ്പിൽ കയറിയിരുന്നു. അമ്മൂന് അവൻ ധൈര്യം കൊടുത്തെങ്കിലും കാലിൽ നിർത്താതെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നതും സഹിക്കാൻ കഴിയാത്ത വേദനയും എരിച്ചിലും പുകച്ചിലുമെല്ലാം ആയപ്പോൾ അവൾക്ക് ഭയം കൂടി വന്നു. ഇടയ്ക്കിടെ മിററിൽ കൂടി അവളെ നോക്കിക്കൊണ്ട് ആ വഴികളിലൂടെ ഹരിയുടെ ജീപ്പ് ചീറിപ്പാഞ്ഞു. മരണഭയം എന്തെന്ന് അമ്മയും മോനും അറിയുന്നുണ്ടായിരുന്നു. അമ്മു എത്രമാത്രം അവർക്ക് പ്രിയപ്പെട്ടതാണെന്ന് അവരുടെ കണ്ണിലെ ഭയം വിളിച്ചോതി. ശാരദയുടെ നെഞ്ചിൽ ചാരിക്കിടന്ന അമ്മുവിൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ബ്ലഡ് വരാൻ തുടങ്ങി. അമ്മയുടെ കരച്ചിൽ അവൻ്റെ ചെവി തുളപ്പിച്ച് കയറിയപ്പോഴേക്കും അടുത്തുള്ള ഏറ്റവും വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയുടെ മുൻപിലേക്ക് ജീപ്പ് ഒരു ഇരമ്പിലോടെ അവൻ നിർത്തിക്കഴിഞ്ഞിരുന്നു. അമ്മുവിനെയും എടുത്തുകൊണ്ട് കരഞ്ഞ് പായുകയായിരുന്നു ശ്രീഹരി. നിനക്കൊന്നുമില്ല അമ്മു, ഒന്നുകൊണ്ടും പേടിക്കരുത്. നിന്റെ കൂടെ ഞാനുണ്ട്. അവളുടെ അവസ്ഥ വളരെ മോശമാണെന്ന് അവന് മനസ്സിലായിരുന്നു. ഹരിയുടെ കരച്ചിലും അലറിപ്പറച്ചിലും കേട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലെ സ്റ്റാഫും അലർട്ടായി അമ്മുവിനെ പെട്ടെന്ന് തന്നെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റി. കൊച്ചു കുട്ടികളെപ്പോലെ മകൻ കരയുന്നത് കരഞ്ഞുകൊണ്ട് തന്നെ അമ്മയും നോക്കിയിരുന്നു. രണ്ടുപേർക്കും പരസ്പരം ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അറിയാവുന്നതും അറിയാത്തതുമായ സർവ്വദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു. അവനു വേണ്ടി അമ്മു പ്രാർത്ഥിച്ചിരുന്നതുപോലെ അവൾക്ക് വേണ്ടി അവനും പ്രാർത്ഥനയോടെ കാത്തിരുന്നു. സങ്കടത്തിനിടയിലും അവശ്യകാര്യമായ ചോദ്യം ശാരദ ചോദിച്ചു. മോനെ, പൈസയുണ്ടോടാ? ഇവിടെ അടക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണ്ടേ? ഉണ്ടമ്മേ. അതും തികഞ്ഞില്ലെങ്കിൽ സ്വർണമൊക്കെ വെക്കാം. എങ്ങനെയെങ്കിലും അവളെ എനിക്ക് ജീവനോടെ കിട്ടിയാൽ മതി. ഡോക്ടർ വന്ന് ആൻറ്റിവെനം കൊടുത്തിട്ടുണ്ട്. 48 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് പോയി. വിവരമറിഞ്ഞ് രവിയും ഭാര്യയും അമ്മയ്ക്കും മകനും തുണയായി എത്തിച്ചേർന്നു. ഊണും ഉറക്കവുമില്ലാതെ അമ്മയും മകനും അവൾക്കായുള്ള കാത്തിരിപ്പിലായിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന ദൈവങ്ങളെയെല്ലാം അവർ പ്രാർത്ഥന കൊണ്ട് വിളിച്ചുണർത്തി. അമ്മയുടെയും മകൻ്റെയും പ്രാർത്ഥന ദൈവങ്ങൾക്കും തള്ളിക്കളയാൻ കഴിഞ്ഞില്ല. 2 ദിവസത്തിന് ശേഷമാണ് അമ്മുവിന് ബോധം തെളിഞ്ഞത്. അമ്മുവിന് ബോധം തെളിഞ്ഞെന്നറിഞ്ഞ് എല്ലാ ദൈവങ്ങൾക്കും അവർ നന്ദി പറഞ്ഞു. ഡോക്ടറുടെ അനുവാദത്തോടെ ICUവിൽ കയറി അവളെ കണ്ടു. അവനെ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളെ കൊണ്ടുവന്ന കോലത്തിൽ തന്നെ നിൽക്കുകയാണ് അവൻ. ശ്രീയേട്ടൻ പേടിച്ചു പോയോ? അവൾ അലിവോടെ ചോദിച്ചു. നിങ്ങളെ വിട്ട് ഞാൻ എങ്ങും പോകില്ല, അവൻ്റെ കവളിൽ തഴുകിക്കൊണ്ട് അവൾ പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞെന്ന്. ശ്രീയേട്ടൻ ഇതുവരെ ഡ്രസ്സൊക്കെ മാറാഞ്ഞത് എന്താണ്? 2 ദിവസം കൊണ്ട് മരിച്ചു ജീവിച്ച അവളെ അവൻ കണ്ണു നിറയെ കാണുന്ന തിരക്കിലായിരുന്നു. എങ്കിലും അവളുടെ ചോദ്യത്തിന് നെറ്റിയിൽ ചുംബനം നൽകി കവളിൽ കവള് ചേർത്തുകൊണ്ട് ആർദ്രമായി പറഞ്ഞു. നീ ഇങ്ങനെ കിടന്നപ്പോൾ ഞാൻ അതൊക്കെ മറന്നുപോയടി. ഇത്രയും അവൾ പറഞ്ഞത് വളരെ പതുക്കെ കാറ്റുപോലെയുള്ള സ്വരത്തിലാണ്. പറയാൻ വയ്യാഞ്ഞിട്ടും തന്നെക്കുറിച്ച് ആലോചിച്ച് ആദി പിടിക്കുന്നവളെ പ്രണയത്തോടെ നോക്കിയിട്ട് പറഞ്ഞു. നിന്നെ ഞാൻ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്ത് സംഭവിച്ചാലും നമ്മൾ ഒന്നിച്ചായിരിക്കും. അവളുടെ നെറുകയിൽ ഒന്നുകൂടി മുത്തിയിട്ട് അവൻ പുറത്തിറങ്ങി. അവനിറങ്ങിയതും ശാരദയും അവളെ കാണാൻ കയറി. അവരുടെ കോലം കണ്ടപ്പോൾ അവൾക്ക് വല്ലാതെ സങ്കടം തോന്നി. സ്വന്തം മകളെപ്പോലെ തന്നെ സ്നേഹിക്കുന്നവരെ അതിനേക്കാൾ സ്നേഹത്തോടെ അവൾ നോക്കിക്കിടന്നു. അമ്മുവിനെ കയറി കണ്ട് അവളെ സംസാരിക്കാൻ സമ്മതിക്കാതെ മുഖം മുഴുവൻ ഉമ്മ കൊടുത്തിട്ട് ശാരദയും പുറത്തിറങ്ങി. ആ അമ്മയുടെയും മകൻ്റെയും ജീവനും ജീവിതവുമൊക്കെ ഇപ്പോൾ അവളാണെന്നവൾ സന്തോഷത്തോടെ ഓർത്തു കിടന്നു. 2 ദിവസം കൂടി ICUവിൽ കിടത്തിയിട്ട് അമ്മുവിനെ റൂമിലേക്ക് മാറ്റി. ഭാഗ്യത്തിന് അവളുടെ കിഡ്നിക്കൊന്നും തകരാറ് സംഭവിച്ചില്ല. ഇതെന്തിനാണ് ശ്രീയേട്ടാ റൂം എടുത്തത്? ഒരുപാട് പൈസയാവില്ലേ? അമ്മു ആവലാതിയോടെ ചോദിച്ചു.
നിനക്ക് വേണ്ടി ചിലവാക്കാനുള്ള പൈസയൊക്കെ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. അതും തികഞ്ഞില്ലെങ്കിൽ വീട് വിറ്റിട്ടെങ്കിലും ചിലവാക്കും. അതുകൊണ്ട് മോള് ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ മിണ്ടാതെ കിടന്നോണം. കപടദേഷ്യത്തോടെ ഹരി അവളോട് പറഞ്ഞു. പിന്നെ അവളുടെ അരികിലിരുന്ന് നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, ഒരുപാട് നേർച്ച നേർന്നിട്ടുണ്ട്. അതെല്ലാം ചെയ്യണമെങ്കിൽ ഒരുപാട് കാശ് വേണം. അല്പം ചില്ലറ തടയുന്ന ഒരു വസ്തുക്കച്ചവടം ഒത്തുവന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യത്തിന് പോണം. അതുകൊണ്ട് മോളിവിടെ സന്തോഷമായിരിക്കണം. ഞാൻ തിരിച്ചു വരാൻ രാത്രിയാകും. എന്നെ ഇങ്ങോട്ട് ഇറക്കിയ ഉടനെ തന്നെ എന്തിനാണ് പോകുന്നത്? അവൾ പരിഭവത്തോടെ ചോദിച്ചു. പോണം, പോയി എല്ലാ കാര്യങ്ങളും ചെയ്യണം. അത്യാവശ്യമായത് കൊണ്ടല്ലേ. അല്ലെങ്കിൽ എൻ്റെ മോളെയും കളഞ്ഞിട്ട് ഞാൻ പോകത്തില്ല. അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചവൻ പറഞ്ഞു. അമ്മയും മോളും കൂടിയിരുന്ന് നുണ പറഞ്ഞു. അവളെ സമാധാനിപ്പിക്കാൻ കുസൃതിയോടെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നവനെ വേദനയോടെ അവൾ നോക്കിക്കിടന്നു. നീണ്ട 12 ദിവസത്തെ ആശുപത്രിവാസം ഉണ്ടായിരുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ഹരി രാത്രി വന്ന് രാവിലെ പോകുമായിരുന്നു. അവനോട് പരിഭവം കാണിച്ചെങ്കിലും അവൻ്റെ സാന്നിധ്യം നൽകുന്ന സമാധാനത്തിൽ രാത്രി അവൾ കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി അവൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങി. ശാരദ ഒരു നിറപുഞ്ചിരിയോടെ ആ കാഴ്ച മനസ്സിൽ നിറച്ചു. ഏറ്റെടുത്ത കെട്ടിടപ്പണി തീർത്തു കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. സമയത്തിന് തീർക്കണമെങ്കിൽ മുടങ്ങാതെ ചെയ്താലേ നടക്കുകയുള്ളൂ. അവളെ കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ വീടിന് 4 ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് ഇടണം. പകല് മുഴുവൻ മാട് കണക്ക് പണിയെടുത്ത് രാത്രി മുഴുവൻ ആശുപത്രിയിൽ പോയി അവളെ നെഞ്ചോട് ചേർത്ത് അവൾക്കായി കാവലിരുന്നു. പൂച്ചക്കുട്ടിയെപ്പോലെ നെഞ്ചോട് ചേർന്ന് ഉറങ്ങുന്നവളെ ഇടയ്ക്കിടയ്ക്ക് വാത്സല്യത്ത് ചുംബനങ്ങൾ നൽകി അവൻ നിർവൃതി അടഞ്ഞു. ആശുപത്രി ജീവിതത്തിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു അമ്മുവിന്. ഇനിയൊരിക്കലും ഈ വീട്ടിൽ ജീവനോടെ കാലുകുത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ലായിരുന്നു. ജീപ്പിൽ നിന്നിറങ്ങിയതും അമ്മുവിൻ്റെ പറച്ചിൽ കേട്ട് ഹരിക്ക് ദേഷ്യം വന്നു. തോന്നിയാസം പറഞ്ഞാൽ കൊല്ലും ഞാൻ നിന്നെ. അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകളിലെ ഭാവം കണ്ട് പെട്ടെന്ന് തന്നെ കവളിൽ നിന്ന് കൈമാറ്റി അവൻ തിരിഞ്ഞു നടന്നു. അവൻ പിടിച്ചപ്പോൾ പിടച്ചലോടെ ചുംബനം മോഹിച്ച തൻ്റെ ചുണ്ടുകളെ ഓർത്ത് അമ്മുവിൻ്റെ മനസ്സ് പോലും കുളിരു തോന്നി. തൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കുന്ന അവനോട് അവൾ കടങ്ങാത്ത പ്രണയം തോന്നി. തന്നിൽ നിന്ന് നോട്ടം മാറ്റി തിരിഞ്ഞു നിൽക്കുന്ന അവനോട് ഒന്നും അറിയാത്തതുപോലെ അവൾ ചോദിച്ചു, എപ്പോൾ കെട്ടി മതില്? നിന്നെ റൂമിലേക്ക് മാറ്റിയതിന് ശേഷം എൻ്റെ പ്രധാന ജോലി മതിൽ കെട്ടലായിരുന്നു. ഇനിയും നിന്റെ ജീവൻ വെച്ച് ഒരു റിസ്ക് എടുക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. വേദനയോടെയുള്ള അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അമ്മ അകത്ത് പോയി ആരതി എടുത്ത് കൊണ്ടുവന്നൊഴിഞ്ഞിട്ടാണ് അവരെ അകത്ത് കയറ്റിയത്. പുനർജന്മം കിട്ടിയതുപോലെ അവൾ സന്തോഷത്തോടെ ആ വീടിൻ്റെ പടികൾ കയറി. പിന്നെയും 2 ആഴ്ച ഒരുപാട് വ്രതങ്ങളും പ്രാർത്ഥനകളും ഒക്കെയായി അവളെയും കൊണ്ട് അമ്പലമൊക്കെ ശ്രീഹരിയും അമ്മയും ചുറ്റി നടന്നു. അവളുടെ ജീവൻ തിരിച്ചു തന്ന ദൈവങ്ങൾക്ക് അവളെയും കൊണ്ടുപോയി നന്ദി പറയണമെന്ന് അവന് നിർബന്ധമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവളോട് സന്തോഷമായി ഒന്നു ചേരാമെന്ന് വിചാരിച്ചപ്പോൾ പീരിയഡ്സായി അതും മുടങ്ങി. എൻ്റെ അമ്മുവേ, ഇങ്ങനെ കാത്തിരിപ്പിക്കാനായിട്ട് ദൈവവും നീയും കൂടി മനഃപൂർവ്വം ചെയ്യുന്നതാണോ ഇതൊക്കെ? അങ്ങനെ എനിക്കിപ്പോൾ സംശയമുണ്ട്. ഒന്ന് പോ ശ്രീയേട്ടാ, തമാശ പറയാതെ. പരസ്പരം തീപിടിച്ച ചുംബനങ്ങളുമായി അവർ ആ ഒരാഴ്ചയും കഴിച്ചുകൂട്ടി. എല്ലാ വിധത്തിലും അവനിൽ അലിയാൻ ആ ദിവസങ്ങൾ കൊണ്ട് അമ്മു മനസ്സുകൊണ്ട് തയ്യാറെടുത്തിരുന്നു. അമ്മു, ഞാൻ വൈകിട്ട് വരുമ്പോൾ നീ മുണ്ടും നേരിയതും ഉടുത്ത് നിൽക്കണം. ജോലിക്ക് പോകാൻ ഇറങ്ങുന്നതിന് മുന്നേ അവളോട് അവൻ പറഞ്ഞു. ഇന്ന് അമ്പലത്തിൽ പോകുന്നുണ്ടോ ശ്രീയേട്ടാ? അവൾ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. നിന്റെ ചെവി കൊണ്ടുവന്നേ, ഞാനൊരു കാര്യം പറയട്ടെ, അവൻ കുസൃതിയോടെ പറഞ്ഞു. അതറിയാതെ കാര്യം അറിയാനായി ചെവി അവൻ്റെ വായ്ക്കരികിലേക്ക് കൊണ്ടുവച്ചു. അവളുടെ ചുവന്ന ചെവി കടിച്ചു നുണയാൻ തോന്നിയെങ്കിലും അവൻ ചെവിയിലായി അവൾ ചോദിച്ചതിൻ്റെ മറുപടി പറഞ്ഞു. അയ്യേ, പോടാ കുറുമ്പ. വായിൽ കൈപ്പൊത്തിക്കൊണ്ട് അവൾ നാണത്തോടെ വിളിച്ചു. നിനക്ക് വെളുപ്പ് കൂടിപ്പോയത് കൊണ്ടല്ലേടി ഞാൻ കറുമ്പനായത്. അങ്ങനെ പറഞ്ഞ് ചിരിച്ചവളുടെ കവളിൽ ഒരു കടിയും കൊടുത്തിട്ട് അവൻ ജോലിക്ക് പോയി. അവൻ പോയതിനു ശേഷം എന്തോ ഒരു അത്ഭുതം അവളുടെ വയറിന് ആളലുണ്ടാക്കി. ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ടെങ്കിലും അത് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയ സുഹൃത്തുക്കളൊന്നും അവൾക്കില്ലായിരുന്നു. അറിവില്ലാത്ത അറിവുകളുമായി പുതിയ ജീവിതത്തെ വരവേൽക്കാൻ അവന് ഇഷ്ടമുള്ള മുണ്ടും നേരിയതുമണിഞ്ഞ് അവനായി അവൾ കാത്തിരുന്നു. സന്ധ്യ മുതൽ അമ്മയെ അനങ്ങാൻ സമ്മതിക്കാതെ അവരുടെ പള്ളക്കീഴിൽ ഒട്ടിക്കിടക്കുകയായിരുന്നു. മോൾക്ക് ഇന്ന് എന്താണ് പറ്റിയത്? അവളുടെ അസ്വസ്ഥത കണ്ട് ശാരദ സംശയത്തോടെ ചോദിച്ചു. നിന്റെ സ്വഭാവത്തിലൊക്കെ ആകപ്പാടെ ഒരു മാറ്റം തോന്നുന്നുണ്ടല്ലോ.
എനിക്കൊന്നുമില്ല അമ്മേ. എനിക്കിങ്ങനെ അമ്മക്കുട്ടിയുടെ മടിയിൽ കിടക്കാൻ തോന്നുന്നു. കൊഞ്ചിക്കൊണ്ട് പറഞ്ഞ് അവരുടെ വയറ്റിൽ കുറച്ചുകൂടി മുഖം അടുപ്പിച്ച് കിടന്നു. പുഞ്ചിരിയോടെ അവളുടെ തലയിൽ തഴുകിക്കൊണ്ടവർ സീരിയലിൽ മുഴുകി. ഹരിയുടെ വണ്ടി മുറ്റത്ത് വന്ന സൗണ്ട് കേട്ടപ്പോൾ തന്നെ അവളുടെ ഉള്ളിലൊരു വിറയൽ കടന്നുപോയി. അമ്മയുടെ മടിയിൽ ഒന്നുകൂടെ മുഖമമർത്തി കിടന്ന് മനസ്സിൽ തോന്നിയ വെപ്രാളത്തെ അടക്കാൻ ശ്രമിച്ചു. അവൻ അകത്ത് കയറി വന്നപ്പോൾ തന്നെ നോക്കാതെ അമ്മയുടെ മടിയിൽ കിടക്കുന്ന അവളെ നോക്കിയിരുന്ന് കള്ളച്ചിരിയുമായി അവൻ കുളിക്കാൻ പോയി. ഓരോ തുള്ളി വെള്ളം തലയിൽ വീഴുമ്പോഴും മൂളിപ്പാട്ടുമായി ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു ശ്രീഹരി. കുളിച്ചിട്ട് വന്ന് അവരുടെയൊപ്പം TV കാണാനിരുന്നപ്പോൾ അവളുടെ കാലിൽ ഇക്കിളിയാക്കിക്കൊണ്ടിരുന്നു അവൻ. അമ്മയോട് അന്നത്തെ വിശേഷം പറഞ്ഞുകൊണ്ടായിരുന്നു അവളെ ശല്യപ്പെടുത്തിയത്. കുടുകുടെ ചിരിക്കുകയും അമ്മയുടെ വയറിൽ കടിക്കുകയും ചെയ്തു അവൾ. ഡാ, അടങ്ങിയിരിക്കടാ, നീ ഓരോന്ന് കാണിക്കുന്നതിന് അവൾ എന്നെയാ കടിക്കുന്നത്. ശാരദ ശ്രീഹരിയുടെ തോളിലടിച്ച് കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലി കിട്ടിയപ്പോൾ നാണം കെട്ടതുപോലെ ഹരി കുസൃതി നിർത്തി നല്ല കുട്ടിയായിരുന്നു. ഓരോ മിനിറ്റുകൾക്കും മണിക്കൂറുകളുടെ ദൈർഘ്യമുണ്ടെന്ന് തോന്നി അവന്. അവളിൽ അലിയാനായി മനസ്സും ശരീരവും ദാഹിക്കാൻ തുടങ്ങി. ചോറ് കഴിക്കുമ്പോഴും അവൻ്റെ മുഖത്ത് നോക്കാതെ കുനിഞ്ഞിരിക്കുകയായിരുന്നു അവൾ. അവൻ്റെ മുഖത്ത് അപ്പോഴും ഒരു കള്ളപ്പുഞ്ചിരി നിറഞ്ഞു നിന്നു. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ മക്കളുടെ സ്വർഗത്തിൽ കട്ടുറുമ്പാവാതെ ശാരദ നേരത്തെ കയറി കഥ കടക്കും. അതോർത്തപ്പോൾ തന്നെ ഹരിക്ക് അമ്മയോട് വല്ലാത്ത സ്നേഹം തോന്നി. ആഹാരം കഴിച്ചു കഴിഞ്ഞ് മുറിയിൽ കയറാൻ പോയ അമ്മയുടെ കവളിൽ അവൻ അമർത്തിയൊരു ഉമ്മ കൊടുത്തു. എന്താടാ നിനക്ക് പതിവില്ലാത്തൊരു സ്നേഹമൊക്കെ? ശാരദ കണ്ണുരുട്ടി ചോദിച്ചു. എൻ്റെ അമ്മയെ സ്നേഹിക്കാൻ എനിക്ക് പതിവ് നോക്കണോ? ഒന്നുകൂടി ഉമ്മ കൊടുത്തുകൊണ്ട് അവൻ ചോദിച്ചു. ഓ വേണ്ട. അവനെ ഒന്ന് പുച്ഛിച്ചിട്ട് അവളോടായി പറഞ്ഞു. മോളെ, അമ്മ കിടക്കുകയാണ്, മോള് പാത്രം കഴുകിയിട്ട് പോയി കിടന്നു. അതും പറഞ്ഞവർ അവരുടെ മുറിയിൽ കയറി. അമ്മ പോയതും അവൻ TV-യുടെ മുൻപിലേക്ക് പോയി. അവൾ പാത്രം കഴുകി വെച്ച് വന്നപ്പോൾ TV-യിൽ പഴയ പാട്ട് കേൾക്കുന്ന ഹരിയെയാണ് കണ്ടത്. പാട്ടിൻ്റെ വരികൾ കേട്ടപ്പോൾ തന്നെ അവളുടെ കാതിൽ കൂടി ഒരു വിറയൽ പാഞ്ഞുപോയി. പാട്ട് കേട്ട് കണ്ണു തള്ളി നിന്നവളെ നോക്കി ഹരി ചോദിച്ചു. നീ എന്താണ് പാട്ടും കേട്ട് മിഴിച്ചു നിൽക്കുന്നത് എൻ്റെ ഭാര്യയെ? ഒന്നുമില്ലെന്ന് ചുമൽകൂച്ചി കാണിച്ച് അങ്ങനെ തന്നെ നിൽക്കുന്നവളെ അവൻ വലിച്ച് അവൻ്റെ മടിയിലേക്കിരുത്തി. ഇനിയെങ്കിലും നമുക്ക് ജീവിക്കണ്ടേ? അവൻ കാതരമായി അവളുടെ കാതുകളിൽ ചോദിച്ചു. അവൻ്റെ ചോദ്യം പോലും അവളെ തരളിതയാക്കി. എന്നൊരു മൂളൽ മാത്രം അവളിൽ നിന്ന് പുറത്തേക്ക് വന്നു. മുടിയൊതുക്കി നനുത്ത സ്വർണ്ണരോമരാജികളുള്ള അവളുടെ പിൻകഴുത്തിൽ അവൻ മൃദു ചുംബനം നൽകി. ആ ഒരു ചുംബനം അവളിലെ പെണ്ണിനെ ഉണർത്താൻ കഴിവുള്ളതായിരുന്നു. അവളുടെ ഓരോ രോമങ്ങളും ഒരു അനുസരണയില്ലാതെ എഴുന്നേറ്റ് നിന്നു. എൻ്റെ അമ്മുവേ, ഒരു കുഞ്ഞു ചുംബനം കിട്ടിയപ്പോൾ നീ ഇങ്ങനെ തളർന്നാലോ? അവൻ്റെ സ്വരം ഒരു കാറ്റുപോലെ അവളുടെ കാതുകളിൽ തഴുകിപ്പോയി. അവൾ തിരിഞ്ഞ് അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിൽ മുഖം മറച്ചു. ഇനി നിന്നെ അറിയാനായി ഒരു നിമിഷം കൂടി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. അത് പറയുമ്പോൾ അവൻ്റെ സ്വരം വിറച്ചിരുന്നു. അവളിലെ ശരീരത്തിൻ്റെ ചൂടും മാറിലെ മൃദുലതയും അരക്കെട്ടിന് കീഴ്പോട്ട് ചലനം സൃഷ്ടിക്കുന്ന അവന് മനസ്സിലായി. അവളുടെ കൈകൾ അവനിൽ ഒന്നുകൂടി മുറുകി. ശ്വാസതാളം വേഗത്തിലായി. TV-യും ലൈറ്റും അണച്ച് അവളെയും എടുത്തവൻ ബെഡ്റൂമിലേക്ക് പോയി. വാതിലടച്ച് അവളെയും കൊണ്ട് കട്ടിലിൽ ഇരുന്നിട്ട് അവൻ പറഞ്ഞു. മുഖത്ത് നോക്കാമോ? അവൻ എടുത്തു കൊണ്ടുവന്നതുപോലെ അവനെ മുറുകെ കെട്ടിപ്പിടിച്ച് പിന്നെയും പിന്നെയും മുഖം അവൻ്റെ നെഞ്ചിൽ ഒളിപ്പിച്ചു. പതിയെ അവളെ നെഞ്ചിൽ നിന്നടർത്തി അവളുടെ മുഖം തൻ്റെ മുഖത്തിന് നേരെ പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. ഇങ്ങനെ നോക്കാതെ ശ്രീയേട്ടാ. അവൻ്റെ കണ്ണ് ചുവന്ന് വേറൊരു ഭാവത്തിൽ മാറിയിരുന്നു. അവളുടെ വിറച്ചുകൊണ്ടിരുന്ന സ്വരവും ചോരച്ചുവപ്പാർന്ന ചുണ്ടുകളും അവൻ കൊതിയോടെ നോക്കി. 2 കൈകൊണ്ടും അവളുടെ മുഖം ചേർത്ത് പിടിച്ച് വളരെ പതിയെ ചുണ്ടിൻ്റെ മാധുര്യം നുകരാൻ തുടങ്ങി. അവളുടെ കൈകൾ അവനെ അമർത്തി പിടിച്ചു. ചുംബനത്തിൻ്റെ തീവ്രതയിലും തൻ്റെ ശരീരത്തിൽ അമരുന്ന അവളുടെ മൃദുലത അവനിലെ പുരുഷനെ സർവശക്തിയോടെ ഉണർത്തിയിരുന്നു. അവളുടെ മൃദുലതയെ ഞെരിച്ചുടക്കാൻ കൊതിച്ചെങ്കിലും അവൻ ചുണ്ടുകളിൽ നിന്ന് പിടിവിട്ടില്ല. കാരണം അവൾ അവനെ തിരിച്ച് ചുംബിക്കാൻ തുടങ്ങിയിരുന്നു. ചുണ്ടുകളും നാവും പരസ്പരം ജയിക്കാനായി മത്സരിച്ചു തുടങ്ങി. ശ്വാസം ചുംബനത്തിന് വിലങ്ങുതടിയായപ്പോൾ 2 പേരും ഒന്നകന്നു മാറി ആഞ്ഞ് ശ്വാസം വലിച്ചു വിട്ടു. ഫാനിൻ്റെ കാറ്റിലും 2 പേരും വിയർത്തു കുളിച്ചു. അത്രത്തോളം ശരീരം ചൂട് പിടിച്ചിരുന്നു. ശ്വാസം നേരെയായപ്പോൾ മാറിയതിനേക്കാൾ
വേഗതയിൽ അവൻ്റെ ചുണ്ടുകൾ അവൾ പിന്നെയും സ്വന്തമാക്കി. കണ്ണൊന്ന് മിഴിഞ്ഞു പോയെങ്കിലും അവളുടെ ചുംബനം അവൻ വല്ലാതെ ആസ്വദിച്ചു. കഴുത്തിൽ കുത്തിയിരുന്ന നേരിയതിൻ്റെ പിന്നെ ചുംബനത്തിനിടയിലും അവൻ ഊരി മാറ്റി. ഇതൊന്നും അറിയാതെ അവൻ്റെ ചുണ്ടുകളും നാവും ഹരം പിടിച്ചതുപോലെ അവൾ മത്സരിച്ച് നുണയുന്ന തിരക്കിലായിരുന്നു. അവൻ്റെ കൈകൾ അടക്കി നിർത്താൻ കഴിയാതെ അവളുടെ ബ്ലൗസിന് മുകളിലൂടെ അവളുടെ മൃദുലതയെ അമർത്തി ഞെരിച്ചു. ഒന്നേങ്ങിക്കൊണ്ടവൾ ചുംബിക്കുന്നത് നിർത്തി അവനെ തുറിച്ചു നോക്കി. ഇങ്ങനെ നോക്കാതമ്മു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത് പറയുമ്പോൾ അവൻ്റെ സ്വരം വല്ലാതെ വിറച്ചിരുന്നു. എങ്കിലും അവളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് തന്നെ ബ്ലൗസിൻ്റെ ഹുക്കുകൾ അവൻ അടർത്തി മാറ്റാൻ ശ്രമിച്ചു. അതുവരെ ചുംബിച്ച ധൈര്യം ചോർന്നു പോയവൾ നാണത്തോടെ അവൻ്റെ കയ്യിൽ കയറി പിടിച്ച് അരുതെന്ന പോലെ തലയാട്ടി. എന്തേ, വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ തിരിഞ്ഞു കിടന്നോളാം. അവളുടെ കണ്ണുകളിൽ നോക്കിയവൻ പിണക്കത്തോടെ പറഞ്ഞു. ശരീരം മുഴുവനും മറ്റെന്തിനോ ആഗ്രഹിച്ചെന്ന് അവളുടെ മനസ്സും തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ കള്ളപ്പിണക്കം കണ്ടപ്പോൾ അവൾ അവനെ തടയുന്നത് നിർത്തി അവൻ്റെ കൈകൾ സ്വന്തമാക്കി. അത് കണ്ടതും ഒരു കള്ളപ്പുഞ്ചിരിയോടെ അവളുടെ കഴുത്തിനിടയിലെ സ്വർണ്ണരോമങ്ങൾ അവൻ നാവുകൊണ്ട് നുണയാൻ തുടങ്ങി. അവൻ്റെ നാവുകൾ ബ്ലൗസിന് മുകളിലൂടെ കാണുന്ന അവളുടെ വിടവിൽ തങ്ങി നിന്നു. അവളുടെ വിയർപ്പിൻ്റെ ഉപ്പുരസം അവൻ്റെ നാവിൽ പുതിയ രുചികൾ സൃഷ്ടിച്ചു. അവൻ്റെ നാവിൻ്റെ ചലനങ്ങൾ അവളിൽ ഇതുവരെ തോന്നാത്ത വികാരങ്ങൾ സൃഷ്ടിച്ചു. അവളിലെ പെണ്ണിനെ തിരിച്ചറിയാനായി അവനിലെയാണ് തരിച്ചു തുടങ്ങിയിരുന്നു. അവളുടെ വെളുത്ത വയറിലെ ആഴമേറിയ ഗർത്തത്തിൽ അവൻ്റെ നാവും ചുണ്ടും മത്സരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. മലർന്നു കിടന്നവൾ അവൻ്റെ പ്രവൃത്തിയിൽ എഴുന്നേറ്റിരുന്ന് അവൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചു. അവളുടെ നിശ്വാസവും സിൽക്കാര സ്വരങ്ങളും അവനെ വേറൊരു ലോകത്തെത്തിച്ചിരുന്നു. അഴിഞ്ഞുലഞ്ഞ മുടിയും പാതി തുറന്ന ബ്ലൗസും ചുവന്ന തുടുത്ത മുഖവുമായി വിയർത്തൊലിച്ചിരിക്കുന്ന അവളെ അവൻ പ്രണയത്തോടെ ചേർത്ത് പിടിച്ചു. പിന്നെയും ചുണ്ടുകളിൽ ചുംബിച്ചു. അപ്പോഴും അവൻ്റെ ഒരു കൈ അവളുടെ നാഭിച്ചുഴിയുടെ ആഴം അളക്കുന്നുണ്ടായിരുന്നു. വസ്ത്രങ്ങൾ അടർന്നു മാറിയപ്പോൾ നാണത്തിൻ്റെ പുതിയ അവസ്ഥാന്തരങ്ങൾ എല്ലാം അവളിലൂടെ അവൻ അറിയുകയായിരുന്നു. വേണ്ട ശ്രീയേട്ടാ, വേണ്ട എന്ന വാക്ക് ഓരോ വസ്ത്രങ്ങളും ശരീരത്തിൽ നിന്ന് അടർന്നു മാറുമ്പോൾ ആ റൂമിൽ മുഴങ്ങിക്കേട്ടു. പൂർണ്ണ നഗ്നയായ അവളെ റൂമിലെ വെളിച്ചത്തിൽ ശ്വാസമടക്കാതെ അവൻ നോക്കിക്കണ്ടു. അവളുടെ സൗന്ദര്യം അവനെ മത്ത് പിടിപ്പിച്ചു. അവൻ്റെ നഗ്നത അവളിൽ നാണം തീർത്തെങ്കിലും അവൻ നൽകുന്ന സുഖങ്ങൾ അവളിൽ സ്വർഗാനുഭൂതി തീർത്തിരുന്നു. അവൻ്റെ ചുണ്ടും നാവും അവളുടെ ശരീരത്തിൻ്റെ ഓരോ അണുവിനെയും തൊട്ടുണർത്തിയിരുന്നു. എൻ്റെ പെണ്ണ്, എൻ്റെ പെണ്ണ്, അവൻ മനസ്സിൽ 1000 തവണ പറഞ്ഞുകൊണ്ടാണ് അവളിലേക്ക് ചേക്കേറിയത്. അവൻ്റെ കൈകളുടെയും ചുണ്ടിൻ്റെയും തലോടലിൽ പുളയുന്നവളെ കാണെ വികാരത്തിൻ്റെ തീവ്രതയിൽ യാതൊരുവിധ സേഫ്റ്റികളുമില്ലാതെ അവളിലെ പെണ്ണിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി. വേദനയിൽ അലറി അവളുടെ ശബ്ദത്തെ ചുംബനം കൊണ്ട് തടഞ്ഞു നിർത്തി. ഓരോ ഉയർച്ച താഴ്ചയിലും വേദന കൊണ്ട് പിടയുന്നവളെ ചുംബനം കൊണ്ടവൻ അടക്കി നിർത്തി. പിന്നെ എപ്പോഴോ ശ്രീയേട്ട എന്ന കുറുകലോടെ അവനെ അവൾ ചേർത്ത് പിടിച്ചു. ആരും തൊടാത്ത പെണ്ണിനെ തൊട്ടതിൻ്റെ സുഖം അവനും ആദ്യമായി അറിയുകയായിരുന്നു. ഒരിക്കലും അവളിൽ നിന്നൊരു മോചനമില്ലാത്ത വിധം അവൻ അടിമപ്പെട്ടു പോയിരുന്നു. വേദനയുടെ പാരമ്യത്തിലും അവൻ്റെ സ്നേഹലാളനത്തിൽ അവൾ മറ്റൊരു ലോകത്തെത്തിച്ചേർന്നു. ഇനിയൊരിക്കലും അവനിൽ നിന്നൊരു മോചനമില്ലാത്ത വിധം അവളും അടിമപ്പെട്ടു പോയിരുന്നു. ചാറ്റൽ മഴയായി തുടങ്ങി പേമാരിയായി അവസാനിപ്പിച്ചു. അവളുടെ നഗ്നമേനിയിൽ തന്നെ അവൻ കിതച്ചുകൊണ്ട് വീണു. തളർന്ന് ചുവന്നു കിടക്കുന്ന അവളെ മതിവരാതെ അവൻ ചുംബനം കൊണ്ട് മൂടി. നിനക്ക് വേദനിച്ചു? അവൻ ആർദ്രമായി ചോദിച്ചു. മറുപടിയായി അവൻ്റെ ചുണ്ടുകളിൽ ചുണ്ട് ചേർത്ത് നുണഞ്ഞെടുത്തിരുന്നു അവൾ. അവളുടെയും അവൻ്റെയും കണ്ണ് ഒരുപോലെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവൻ്റെ മീശ ചുരുട്ടി വെച്ചവൾ വിളിച്ചു, ഒറ്റക്കൊമ്പൻ. ഈ സന്തോഷ കണ്ണുനീർ അവരുടെ ജീവിതത്തിലുടനീളം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയൊരു തുടർച്ചയില്ലാതെ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.